വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് 2 കസിൻസ് ഉണ്ട്, ഫിനു, ഷാലു. അവരെ SSLC റിസൾട്ട് ഇന്നാണ് പബ്ലിഷ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നല്ല മാർക്ക് തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തതാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. എന്ത് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ്റെ ഒടുവിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് ലാസ്റ്റ് വിചാരിച്ചത്. അപ്പം നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് സുഡിയോയിലും നെസ്റ്റോയിലും ഒക്കെ ഇങ്ങനെ കുറേ കറങ്ങി. കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും റിസൾട്ട് വരുന്ന സമയമായതുകൊണ്ട് നമ്മളെ മൈൻഡ് ഫുൾ എന്താവും റിസൾട്ട് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കാനേ പറ്റിയില്ല. പതിവ് പോലെ നമ്മളെ മയിൽവാഹനം നമുക്ക് പണി തന്ന് അങ്ങനെ നമ്മൾ റെബിനെ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴത്തിന് റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ച് അപ്പോൾ തീരെ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ആ വർക്ക്ഷോപ്പിൻ്റെ മുന്നിലിരുന്നിട്ട് തന്നെ ഞാൻ ന്യൂസ് കാണും. പിന്നെ നമ്മൾ ഡ്രസ്സ് പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് തീരെ സമയമില്ലായിരുന്നു. റിസൾട്ട് പബ്ലിഷ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അവിടെ എത്തണമായിരുന്നു. മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ. എന്ത് ഒരു ടഫും ഇല്ല. പഠിക്കാൻ വിട്ട നേരത്തെ പഠിക്കണേന്ന്. എനിക്ക് എങ്ങനെയാന്ന് മാർക്ക് ഉണ്ടാവും അവർക്ക്? മാർക്ക് ഉണ്ടാവും എങ്ങനെ പറയാ? ഇങ്ങനെ ആക്കി അങ്ങനൊന്നും വേണം. ആക്കി എത്ര പ്ലസ് ഉണ്ടെങ്കിലും ആ വീഡിയോ ഉണ്ട്. കാര്യം നാലരക്ക് ഓപ്പൺ ആവും. 2 A+, 1 B+, 4, 5, 6 A+, 2 B+. സ്ക്രീൻഷോട്ട് ഷാലൂന് 6 A+, 1 B+, 1 B, 1, 2, 3, 4, 5, 6 A+. ഞാൻ അടുത്തത് പറഞ്ഞു 21/9/2009. 1, 2, 3, 4, 5, 6, 8 8 A+, 2 A. വായിക്കാനും അറിയില്ലേ? हमारा राष्ट्रभाषा. ഹാപ്പി മാമ, ഹാപ്പി ഹാപ്പി ചീത്താടി വിട്ടതാണ്. അതല്ല പറഞ്ഞത്, ഫിസിക്സില് കിട്ടിയാൽ ഈ റിസൾട്ട് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കിട്ടിയ റിസൾട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഫാമിലി ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കിട്ടിയ മാർക്കിൽ നല്ല രീതിയിൽ ഹാപ്പിയാണ്. അപ്പോൾ ഈ മാർക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു കോളേജിലോ സ്കൂളിലോ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഹാപ്പിയാണ്. അപ്പോൾ കേടാ ബൈ. അപ്പോൾ ഇത് ഫിനുവിൻ്റെ അനിയത്തിയാണ്. അവള് ഫിനുക്ക് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കണം നേരത്തെ കാണാം. ഓക്കെ. പിന്നെ നമ്മൾ കുട്ടി സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ മധുരം കൊടുപ്പിൽ നിന്നാണ്. അപ്പോൾ പപ്പ ആദ്യം എല്ലാവർക്കും, അതായത് അവർക്ക് 2 മധുരം കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം അമ്മമ്മ കൊടുത്ത്. ഗായ്സ്, ഇനി ഞങ്ങൾ കുറച്ച് സർപ്രൈസ് കൊടുക്കാൻ പോവാട്ടോ. ആ വണ്ടിയുടെ ചാവി ഒന്ന് തരുമോ? അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കുട്ടി സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു, ഒരു ഗിഫ്റ്റ്. അപ്പോൾ അത് ഞാൻ
ഈ ഡ്രസ്സ് മേടിക്കുന്ന ക്ലിപ്പൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ബിസി ആയിരുന്നു ആ സമയത്ത്. ഫോണൊന്നും എടുത്ത് നോക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ മേടിച്ച ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഒരു ഷർട്ടും, രണ്ടാൾക്കും ഒരു ഷർട്ട് വീതമാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ തന്നെ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവരാരും എക്സ്പെക്റ്റ് ചെയ്യണില്ലല്ലോ ഇങ്ങനെ ഓരോരോ ഗിഫ്റ്റും ചടങ്ങുകളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ഓൾറെഡി റിസൾട്ട് വരുന്നതിൻ്റെ ഒരു 10 ദിവസം മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി എല്ലാതും പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിരിക്കണം അവർ ഈ ഒരു ദിവസം ഭയങ്കര മെമ്മറബിളാക്കി വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് കിട്ടിയ ഗിഫ്റ്റ്സിലായിക്കോട്ടെ സെലിബ്രേഷൻസിലായിക്കോട്ടെ എല്ലാ രീതിയിലും രണ്ടാളും നല്ല ഹാപ്പി ആയിരുന്നു. ഇതിൻ്റെ വേറെ കസിനാണ് കേട്ടോ. അവളും ഇവർക്കുള്ള ചോക്ലേറ്റ് സെറ്റാണ് വന്നിരുന്നത്. അങ്ങനെ അതും കൊടുത്ത് ഭയങ്കര ഹാപ്പിയായി. ഇവരെ വിചാരം ഇതോടെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതായത് ഒക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരുന്നത്. പക്ഷെ വേറൊരു സർപ്രൈസും കൂടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. നമ്മളൊരു കേക്ക് കട്ടിങ്ങും ഇവർക്കായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പം നമ്മളെ താത്താൻ്റെ ഫാമിലിയൊക്കെ വന്നിട്ടാണ് കേക്ക് കൊടുക്കുന്നത്. അവരെ വകയായിരുന്നു കേക്ക്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ വാങ്ങി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് രണ്ടാളും തമ്മിൽ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അതിനുശേഷം അവരവരുടെ ഹാപ്പിനെസ് എല്ലാവർക്കും അങ്ങോട്ട് മധുരം വെച്ചിട്ടാണ് തീർക്കുന്നത്. അങ്ങനെ ഓരോ റൗണ്ടും മധുരം കൊടുക്കലാണ് ഇപ്പം ഈ നടക്കുന്നത്. ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് മുതലേ പറയേണ്ടത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഈ റിസൾട്ടിൽ എന്ന്. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടാൾക്കാരാണ് റിസൾട്ട് അറിയണത്. എങ്ങാനും ഒരാളെ റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായി പോയാൽ തമ്മിൽ ഭയങ്കര സങ്കടമാവല്ലോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാം എഴുതി അവരെക്കാളും ടെൻഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കണ ഞങ്ങൾക്കൊക്കെ ആയിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അൽഹംദുലില്ലാ നല്ല അടിപൊളി മാർക്ക് തന്നെ രണ്ടാളും മേടിച്ച്. അവർക്ക് 2-3 സബ്ജക്റ്റിൽ സംശയം ഉള്ളതുകൊണ്ട് തന്നെ റീവാലുവേഷന് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പം നമ്മളെ കുട്ടി റിസൾട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഞങ്ങൾ വിചാരിച്ച പോലെ അവർക്ക് ഈ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഹാപ്പിയായി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളെല്ലാവരും പിരിഞ്ഞത്. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കേടാ ബൈ.